ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വളരെ വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കൗമാരക്കാരി പെൺകുട്ടി, വളരെ പ്രയാസത്തിലൂടെ, വളരെ ബുദ്ധിമുട്ടിലൂടെ, ഞാൻ പലപ്പോഴും ആകുലപ്പെട്ടിട്ടുണ്ട്, ദൈവമേ ഇതിന്റെ അവസ്ഥ എന്താവുമെന്ന്. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, പ്രത്യേക സാഹചര്യത്തിൽ മുതൽ കർത്താവ് അവളെ തൊടാൻ തുടങ്ങി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, അച്ഛൻ വിൽസനച്ഛൻ പറഞ്ഞു, നീ മുടങ്ങാതെ മോളെ ബൈബിള് വായിക്കാൻ പറഞ്ഞു. മുടങ്ങാതെ ബൈബിള് വായിക്കും, സമയമെടുത്ത് വായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിള് വായിച്ചു തുടങ്ങി. ബൈബിള് വായിച്ചു തുടങ്ങി പിന്നെ അസാധാരണമായ മാറ്റം ആ കുട്ടിക്ക് വരാൻ തുടങ്ങി. ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല. ഒത്തിരി ബുദ്ധിമുട്ടുള്ള മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മകള് മരുന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കർത്താവ് വലിയ ആശ്വാസം നൽകി, വലിയ പ്രതീക്ഷ നൽകി. ഇതാ കർത്താവ് കൈപിടിച്ച് സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വചനം ഹൃദയത്തിൽ നിറയുമ്പോ നിരാശ, അമിതമായ ദുഃഖം, നിരാശ, ജീവിതം വേണ്ട, ജീവിതം അവസാനിപ്പിക്കാം എന്ന ചിന്ത, ഇതെല്ലാം പൈശാചികമാണ്. ഇതെല്ലാം എങ്ങനെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ കർത്താവ് പറയാണ്, നല്ലത് ചെയ്യണം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഒന്ന് ഈ പുസ്തകം വായിക്കണം. ഇതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കാര്യം. ഇതാണ് എന്റെ ഇത്രയും കാലത്തെ ഒരു ബോധ്യത്തിനിടയിൽ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈ പുസ്തകം അങ്ങോട്ട് വായിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വായിക്കുന്നതിനനുസരിച്ച് പ്രകാശം പരക്കും എന്ന് ഇതേ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 119 സങ്കീർത്തനത്തിന്റെ 130 വാക്യം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. നിന്റെ വീട്ടിലെ, ഞാൻ പറഞ്ഞില്ലേ, ഇരുട്ടിനോട് അങ്ങോട്ട് കയറി നിന്നിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇരുട്ടെ, ഐ ബൈൻഡ് യു, ഐ കാസ്റ്റ് ഔട്ട് യു ഡാർക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇരുട്ട് പോവില്ല. ചുമ്മാ വെറുതെ മെനക്കെടാതെ. തൊണ്ട പോകുന്നേ ഉള്ളൂ, ഇരുട്ട് പോവില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം വരണം. നല്ല ഹൈ വോൾട്ടേജ് ലൈറ്റ് അങ്ങോട്ട് കത്തിക്കണം. ആ ലൈറ്റ് കത്തിക്കുന്നതാണ് 119 സങ്കീർത്തനം 130 വാക്യം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എത്രയോ അനുഭവങ്ങൾ